ഞാൻ എൻ്റെ മോളാണെന്ന് ഓർത്തുപോയി. ഇന്നെന്റെ മോള് ജീവിച്ചിരിപ്പില്ല. എങ്ങനെയാണ് മോൾ നഷ്ടപ്പെട്ടത്? അതെന്നോട് പറയാമോ? പറയാം. നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം. ബാ. നടവരമ്പിലൂടെ നാടൻ പെണ്ണൊരുത്തി നടക്കണല്ലോ, മനമിളക്കണല്ലോ. നടവരമ്പിലൂടെ നാടൻ പെണ്ണൊരുത്തി നടക്കണല്ലോ, മനമിളക്കണല്ലോ. ഓ കാറ് വരും മുൻപേ പെണ്ണെ കുരക്കണയേണ്ടേ, ചേറ്റിലിറങ്ങിയാലോ എങ്ങടെ മനം മുറിയൂലേ. കാറ് വരും മുൻപേ പെണ്ണെ കുരക്കണയേണ്ടേ, ചേറ്റിലിറങ്ങിയാലോ എങ്ങടെ മനം മുറിയൂലേ. നാടിൻ്റെ മുത്താണിവൾ, എങ്ങടെ സ്വത്താണിവൾ. കാറ് വരും മുൻപേ പൊന്നെ കുരക്കണയേണ്ടേ. നാടിൻ്റെ മുത്താണിവൾ, എങ്ങടെ സ്വത്താണിവൾ. കാറ് വരും മുൻപേ പൊന്നെ കുരക്കണയേണ്ടേ. നടവരമ്പിലൂടെ നാടൻ പെണ്ണൊരുത്തി നടക്കണല്ലോ, മനമിളക്കണല്ലോ. നടവരമ്പിലൂടെ നാടൻ പെണ്ണൊരുത്തി നടക്കണല്ലോ, മനമിളക്കണല്ലോ. ഒരു കാര്യം പറയട്ടെ, കുറെ നാളായിട്ട് ഞാൻ പറയാൻ വേണ്ടിയിരിക്കുക. ഇന്നലെ
എന്തേ ഒരു കാര്യം പറയാനോ? എന്തോന്ന് കാര്യമാണോ നിനക്ക് പറയാനുള്ളത്? കേട്ടാ നമ്മളെ ഇതിലാണ് കല്യാണം വല്ലതും ആയോ? ആയെങ്കിൽ ആർക്കടാ? നിനക്കാണോ? നീ രണ്ട് കെട്ടിയില്ലേ? അയ്യോ എനിക്കല്ല ഏട്ടാ, പിന്നെ ആർക്കാ? കാത്തിരിക്ക് ആശാന് വേണ്ടി നോട്ടമുണ്ട്. കൊള്ളാം, നല്ല പയ്യൻ. എടാ, അവൻ ഇവിടെ കിടന്ന് വെട്ടും കുത്തും കൊലപാതകവും ജയിലിൽ കിടപ്പല്ലേ അവന്റെ ജോലി. അവനാണോ പെണ്ണ്? അവന് പെണ്ണ് കൊടുക്കുന്നതിനെ കാട്ടി ഞാൻ കൊണ്ട് കായലിൽ കെട്ടിത്താത്താ ഒരു കല്യാണാലോചനക്കാരൻ വന്നിരിക്കുന്നു. എന്തെങ്കിലും അടിപിടിക്കാത്തുണ്ടായ നീന്തൽ കൊണ്ടുള്ള ഏറ്റവും നല്ലതാണ്. പോടാ. എന്ത് പറ്റി മോളെ? ഒന്നുമില്ലമ്മ. 2-3 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്റെ കുളി തെറ്റിയോ? എന്താ സാവിത്രി, എന്തു പറ്റി? ചേട്ടാ, നമ്മുടെ കുടുംബം നശിച്ചു. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ മകൾ നമ്മൾ ചതിക്കായിരുന്നു രാഘവേട്ട. മനസ്സാറെ ഒന്ന് എന്താ? അങ്ങ് ഒരു അച്ഛനാകാൻ പോകുന്നു. എന്നാണ് എന്റെ കഴുത്തിലൊരു മിന്നു കിട്ടുന്നത്? ഞാനോ? മിന്നു കെട്ടാനോ? അങ്ങയുടെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ വളരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ധാരാളം ഭാര്യമാരും കുട്ടികളും എനിക്കുണ്ടാകണമല്ലോ. നീ ഒന്ന് പോടി പെണ്ണെ. അപ്പൊ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നോ? നിങ്ങൾ എന്നെ ചതിക്കായിരുന്നോ? എന്നാ പോക്ക അവിടെ ഒന്ന് നിന്നെ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. വേറെ പോയി ആയുള്ളൂ. കേട്ടോ, അവനവന്റെ കൊക്കിൽ ഒതുങ്ങിയോ കൊത്താവുള്ളായിരുന്നു. അതെങ്ങനാടാ റപ്പായി? കൊച്ചു കയറി പിടിച്ചത് പുളിങ്കോമ്പയില്. എന്നിട്ട് എന്നാ പറ്റി? അതാരം പുളിങ്കോമ്പ് ഒടിഞ്ഞും പോയി, പുളിങ്കര് കൊച്ചിന്റെ ഉള്ളിലുമായി. അതാ നടക്കും കളി. ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു മോളല്ലേ ഉള്ളൂ രാഘവേട്ട. അവൾ എന്തെങ്കിലും കടുകയും ചെയ്താലോ നമ്മൾ എന്ത് ചെയ്യും?
എടാ പെൺകുട്ടി വരുന്നടാ, പോടാ അങ്ങോട്ട്. കുട്ടി എനിക്കിഷ്ടമാണ്. കുട്ടി എനിക്ക് മംഗലം കഴിക്കാൻ താല്പര്യമുണ്ട്. അയ്യോ ഞാൻ പോവും, ആരെങ്കിലും കാണും. എടാ ഗിരീഷേ, ഇന്നെങ്കിലും നിന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണം. ഞാൻ ഇന്ന് അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കും. എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കുട്ടിയുടെ പേര്? എൻ്റെ പേര് അമ്മു. എന്താ നമ്മുടെ പേര്? എൻ്റെ പേര് ഗിരീഷ്. എന്താ ചേച്ചി? ആഹാ, ഇതാരാ? കമല ചേച്ചിയോ? കേറി വാ. കേറിയൊന്നും വരുന്നില്ല. അത്യാവശ്യമായി ഒരു കാര്യം പറയാനാണ് വന്നത്. പറയൂ ചേച്ചി. ആ മായക്കാട്ട് വീട്ടിലെ ശാരദ ചേച്ചിയുടെ മകൻ ഗിരീഷും നിന്റെ മകളുമായിട്ട് എന്തോ ചുറ്റിക്കളികളുണ്ട്. ഇന്ന് ഞാൻ അവരെ ഒരുമിച്ച് കണ്ടു. മനുവിനെ പോലെ കാശുള്ള വീട്ടിലെ പയ്യനാണല്ലോ അവന്. എനിക്ക് പറയാനുള്ളത്, നിന്റെ അവസ്ഥ നിന്റെ മകൾക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ പോകുന്നു. അമ്മു, നീ ഇന്നലെ വഴിവെക്കിൽ ആരോടാ സംസാരിച്ചിരുന്നത്? നീ ആ ചെക്കനുമായിട്ട് എന്താ ബന്ധം? ഇതവിടെ നിർത്തിക്കണം. ഇനി എന്നെ ധിക്കരിച്ചെങ്ങാനും ആ ചെക്കന്റെ പിന്നാലെ അങ്ങനെ നടന്നെന്നറിഞ്ഞ പിന്നെ അമ്മ ഒരു നിമിഷം ജീവിച്ചിരിക്കും. എന്റെ മോക്ക് പറ്റിയ ബന്ധമല്ലത്. എന്റെ മോക്ക് പറ്റിയ ബന്ധം അമ്മ കണ്ടെത്തി തരണം വരെ മോള് പറഞ്ഞിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കുട്ടിയല്ലേ? അമ്മോ, നീ അവിടെ നിന്നെ. 2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? ഞാൻ നിന്റെ കൂടെയില്ലേ? നീ എന്നെ അവഗണിക്കുകയാണോ? നിനക്ക് എന്ത് പ്രശ്നമുണ്ട്? ഞാനില്ലേ? അമ്മയ്ക്കിഷ്ടമല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ.
എന്റെ അനുഭവം തന്നെ എന്റെ മോക്കും ഉണ്ടായിരുന്നു. അമ്മോ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലടി അവനെ കാണരുതെന്ന്. നീ കോളേജിലും പോകുന്നില്ല, ഒരിടത്തും പോകുന്നില്ല. നിനക്ക് പറ്റിയ ഒരു പയ്യനെ കണ്ടെത്തുന്നിടം വരെ നീ പുറത്തിറങ്ങി പോകരുത്, കേട്ടില്ല? എന്റെ ഒന്നും നിനക്ക് വരാതിരിക്കാനാടി. നീ കോളേജിലും പോകുന്നില്ല. മോളെ, അമ്മുക്കുട്ടി, എന്തു പറ്റി? ഉറങ്ങിയോ മോളെ? കഥ തുറക്ക് മോളെ. അമ്മു എടാ നിന്റെ അമ്മ ആത്മഹത്യ ചെയ്തടാ. നീ എന്താ പറയുന്നത്? സത്യമാണോ? ഇന്നത്തെ കാലത്ത് സ്നേഹം എന്താണ്, ചതി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പെൺകുട്ടികൾ, അമ്മമാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക, സൂക്ഷിക്കുക.